നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രണവ് വരുമെന്ന് പറഞ്ഞ് വസുന്ധരാന്റി കാത്തിരിക്കുക. ആന്റി ഇപ്പോ ഓഫീസിലെ കൂടുതൽ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇതിനെല്ലാം കാരണക്കാരി ശിവാനിയാ. താൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ആന്റിയോട് സോറി പറഞ്ഞത്. ആന്റി എതിർക്കാത്തോണ്ട് ആന്റിക്ക് എന്നെ ഇപ്പം വലിയ കാര്യ. നമ്മൾ ആന്റിയുടെ മനസ്സോടെ കാണണം പ്രണവ്. നമ്മളോട് ആന്റിക്ക് വലിയ സ്നേഹ, പക്ഷെ ഡിസിപ്ലിൻ അത് ആന്റിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കടപ്പക്കാരിയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നതാ. ഐസ് പോലെയാ വസുന്ധരാന്റി. നമ്മള് സ്നേഹിക്കും തോറും ആ ഐസ് ഉരുകി ഉരുകി ശുദ്ധജലമായിട്ട് മാറും. നമുക്ക് ആവശ്യം പോലെ എടുത്തു കുടിച്ച് ദാഹം തീർക്കാം. നല്ല തണുപ്പും ഉണ്ടാവും. മനസ്സിലായി. ആന്റിയുടെ കാര്യത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചത് ശിവാനിയാണ്. അതിനൊരുപാട് നന്ദിയുണ്ട്. അയ്യോ പ്രണവ്, നന്ദിയൊന്നും എന്നോട് പറയില്ലേ. ഈ കുടുംബത്തിൽ എന്നെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും പ്രണവ് മാത്ര. ആന്റിയോട് പ്രണവിനെ പറ്റി ഞാൻ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അതിന്റെ ഭാഗമായി ചില ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടി വന്നു. അല്ല ശിവാനി, എന്നെ കുറിച്ച് എന്ത് കളവാ ആന്റിയോട് പറഞ്ഞത്? പ്രണവ് മിടുക്കനാണെന്നും എഫിഷ്യന്റ് ആണെന്നും ആത്മാർത്ഥതയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും കള്ളമല്ലല്ലോ, ഉള്ള കാര്യമല്ലേ. ഞാൻ എഫിഷ്യന്റ് അല്ലെന്നും സിൻസിയർ അല്ലെന്നും ശിവാനിക്ക് തോന്നുന്നുണ്ടോ? എന്താ പ്രണവ് ഇത്? ഞാനൊരു ജോക്ക് ഇടിച്ചതല്ലേ, അപ്പോഴേക്ക് സീരിയസ് ആയോ? പ്രണവിന്റെ നിൽപ്പ് കണ്ടിട്ട് ഒരു കൊച്ചുകുട്ടി പിണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. എനിക്കങ്ങ് കെട്ടിപ്പിടിക്കാൻ തോന്നുക. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അതൊന്നും വേണ്ട, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. ഞാൻ കറക്റ്റ് ചെയ്ത ആന്റി ഒന്ന് കാണിക്കട്ടെ. ശരി, അപ്പൊ ബെസ്റ്റ് വിഷസ്. ഇവന്റെ മുൻപിൽ ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനെന്താ സിനിമയിൽ രക്ഷപ്പെടാതിരുന്നത്? ആദ്യം അമ്മയെ വിളിക്കാം, ഇല്ലെങ്കിൽ അമ്മ ആ പായസം കുടിക്കും. അതെ, നിന്റെ വീട്ടിൽ അധികം നേരം സംസാരിച്ചൊന്ന് ലേറ്റ് ആവരുത്. വൈസ് ചെയർപേഴ്സൺ തന്നെ ലേറ്റായിട്ട് വന്നാലേ മറ്റുള്ളവരെ എനിക്ക് വഴക്ക് പറയാൻ പറ്റില്ല. അവരവസരം മുതലെടുക്കും. എന്നാ ഗൗതമും എന്റെ വീട്ടിലേക്ക് വരൂ. പോകാൻ ധൃതി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അങ്ങനെ ധൃതി വെക്കലൊന്നും നടക്കല്ല പെണ്ണേ. നിന്റെ അമ്മയും അമ്മാവനൊന്നും അത്ര പെട്ടെന്നൊന്നും എന്നെ വിടില്ല. ഞാൻ അവിടെ ഇറങ്ങിയാൽ ഞാനും പെട്ടുപോകും. ഓ, എന്റെ വീട്ടിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, കൂടുതൽ ന്യായീകരിക്കണ്ട. അല്ല, നിനക്ക് ഫീലിങ്സ് ആണെങ്കിൽ ഞാൻ ഇറങ്ങാം. വേണ്ട സാറേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഗൗതം വരാത്തതിൽ എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല. പിന്നെ ഞാൻ ലേറ്റ് ആവുന്നതിൽ ഒരു ടെൻഷനും വേണ്ട. വൈസ് ചെയർപേഴ്സണും സെക്രട്ടറിയും ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത്. ഇന്നലെ സോഫ്റ്റ്വെയർ ടീമിനെ മാനേജ് ചെയ്യുന്ന കണ്ടപ്പോ തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നീ പൊളിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സെക്രട്ടറി എന്ത് ജോലിയാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇന്നലെ സെക്രട്ടറി ഏൽപ്പിച്ച എല്ലാ ജോലികളും തീർത്തതേ ഇതിലാക്കിയിട്ടുണ്ട്. ബോസ് വൈഫിന്റെ വീട്ടിലാക്കിയിട്ട് ഓഫീസിൽ ചെന്ന് ഈ ഫയലൊക്കെ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യും. അപ്പോഴേക്കും സെക്രട്ടറിയും വൈസ് ചെയർപേഴ്സണും അവിടെ എത്തും. ട്രിപ്പിൾ റോളിൽ നീ കലക്കുന്നുണ്ട്. ഭാര്യ, സെക്രട്ടറി, വൈസ് ചെയർപേഴ്സൺ, മൂന്നും അടിപൊളി. 3 വേഷങ്ങളിൽ ഏതാ ഗൗതമിന് കൂടുതൽ ഇഷ്ടം? സെക്രട്ടറിയും വൈസ് ചെയർപേഴ്സണും സൂപ്പർ. പക്ഷെ വൈഫായിട്ട് നീ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഇനി അതുകൂടി എന്ന് ശരിയാവോ എന്തോ. ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ സെക്രട്ടറി വഴി വൈഫിനോട് ചോദിച്ച ചോദ്യം.
ഞാൻ എഴുതിയ മറുപടി ഇന്നലെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞിരുന്നല്ലോ. ഗൗതം എന്നെ കൊണ്ട് എഴുതിച്ചത് സെറ്റിയിലുമുണ്ട്. റൂം വൃത്തിയാക്കാൻ വരുന്ന ചേച്ചി അതൊക്കെ തുറന്നു നോക്കൂ എന്തോ. എന്താ ഒരു ടെൻഷൻ പോലെ? ഏ ഒന്നുമില്ല. അയ്യോ, ഒരു കാര്യം മറന്നു. എന്ത് ഈ ഫോൺ എടുക്കാത്തെ? ഇനി സൈലന്റ് ആയിരിക്കും. എടി ശിവാനി, നീ ഇത് കണ്ടോ? എന്തത്? നീ വായിച്ചു നോക്ക്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുത്തുന്നാ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതെ ആന്റി, പ്രതിജ്ഞ തെറ്റിക്കാൻ അവരുടെ പ്ലാൻ. താലികെട്ടിന് മുഹൂർത്തം നോക്കണമെന്ന് ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എങ്കിൽ അതേ മുഹൂർത്തത്തിൽ തന്നെ നിന്റെ ശവടക്കം നടത്തും. അയ്യോ ആന്റി, ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കെ. ഞാൻ എന്റെ ബ്രെയിനിൽ കുബുത്തിയുടെ സെല്ലുകളൊക്കെ ഒന്ന് വർക്ക് ചെയ്യിക്കട്ടെ. അവരെ തമ്മിൽ വീണ്ടും തെറ്റിക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ വരും. എടി, അവളുടെ വാക്കിന് ഒരു വിലയും ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി താലികെട്ടിന് അവള് വില വെക്കുവോ? ആ ചടങ്ങിന് മുമ്പ് തന്നെ അവര് രണ്ടുപേരും ഫിസിക്കലായി ഒന്നിക്കുമെന്നാ എന്റെ പേടി. അയ്യോ ആന്റി, അങ്ങനെ സംഭവിക്കോ? സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് നിധിയും കൂടെ കുറച്ച് പായസം കുടിച്ചാ എല്ലാം ഡബിൾ ഓക്കെ. അതില് കലക്കേണ്ടിയിരുന്നത് വയറുവേദനയ്ക്കുള്ള പൊടിയല്ല, വിഷമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ആ ശല്യം അതോടെ ഒഴിഞ്ഞേനെ. ചന്ദ്രിക ആന്റി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു വഴി കണ്ടെത്താം ആന്റി. ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. ഈ പായസം പ്രശ്നമാണെന്ന് പറയണം. അപ്പൊ ഇതുവരെ പറഞ്ഞില്ലേ? അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വേഗം എങ്ങനെയെങ്കിലും വിവരം അറിയിക്ക്. അല്ലെങ്കിൽ ചന്ദ്രികയ്ക്ക് പകരം നിന്റെ അമ്മയായിരിക്കും ഹോസ്പിറ്റലാവുന്നത്. നിധിക്ക് പകരം നീ ആയിരിക്കും അവിടെ പോയി കൂട്ടിയിരിക്കേണ്ടി വരുന്നത്. അയ്യോ, എനിക്ക് കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. അകത്തെ സിസ്റ്റം മൊത്തം അടിച്ചു പോകുന്ന പൊടിയാ കലക്കിയിരിക്കുന്നെ. അമ്മേ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാത്തൊരു വരവ്? ഇന്നലെ വിളിച്ചപ്പോ പോലും ഇന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചതാ അമ്മേ. ഓഫീസിൽ പോകുന്ന വഴി ഗൗതം എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയി. മോനെന്താ കേറാതെ പോയേ? എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ ചെല്ലാതിരുന്നാ ശരിയാവില്ല. എനിക്ക് ഉടനെ തന്നെ അങ്ങ് പോണം. അപ്പൊ ഈ വരവ് വെറുതെ അല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാ ധൃതി പിടിച്ചുള്ള ഈ സന്ദർശനം. അമ്മ ഊഹിച്ചത് ശരിയാ. ശിവാനിക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അത് അമ്മാവനുമായിട്ട് സംസാരിക്കാനാ ഞാൻ വന്നത്. നീ അവക്ക് കൊടുത്ത കുറെ ഫോട്ടോസേ അവളെനിക്ക് അയച്ചു തന്നായിരുന്നു. ഉള്ളത് പറയാലോ, ഒരൊറ്റ എണ്ണം കൊള്ളില്ലായിരുന്നു. അവളെ അവിടെ നിർത്തിയിരിക്കുന്നതേ അങ്ങനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാനല്ല. അതെ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നല്ല ആലോചനയാ. അത് നീ മാത്രം പറഞ്ഞ പോരാ, എനിക്കും ശിവാനിക്കും കൂടി തോന്നണം. അതൊക്കെ ഞാൻ അമ്മാവനോട് സംസാരിച്ചോളാം. അമ്മാവനോടല്ല, ഞാനാ എന്റെ മോളുടെ കാര്യത്തില് തീരുമാനം എടുക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ശിവാനി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അമ്മായി ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതെ, വെറുതെ വഴക്കിടാനല്ല ഞാൻ വന്നത്. ദയവേത് അമ്മാവനെ വിളിക്ക്. ആ, അങ്ങേര് വിളിക്കുക. ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയത് പ്രമാണിച്ച് ഇന്നലെ അവിടെ വെച്ച പാൽപ്പായസ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു. അമ്മ 4 ഗ്ലാസ് എടുത്തിട്ട് വാ, നമുക്കിത് കുടിച്ചു തീർക്കാം. ശരി മോളെ, കുറച്ച് നികിലിനും വെക്കണം. വൈകുന്നേരം വരെ ഇനി കേടാവാതിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അമ്മ ഗ്ലാസ് എടുക്കാം. വൈസ് ചെയർമാൻ ആവേണ്ടിയിരുന്നത് ശിവാനിയാ. പൂജാമുറിയിൽ വെച്ച് കള്ളക്കുറിയിട്ട് എന്റെ മോളെ തോൽപ്പിച്ചത് ഞാൻ അറിഞ്ഞു. എല്ലാത്തിനുമേ ദൈവം സാക്ഷിയാ. ദൈവത്തിന് മുന്നിൽ പോലും കള്ളത്തരം കാട്ടുന്ന മനുഷ്യരെ ദൈവം ശിക്ഷിക്കും. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനിയെങ്കിലും ദൈവത്തെ ഭയന്ന് ജീവിച്ചാൽ അമ്മായിക്കും ശിവാനിക്കും കൊള്ളാം. ഞങ്ങൾ എന്തിനു ദൈവത്തെ പേടിക്കണം? ദൈവദോഷം കാണിച്ചതേ നീയും നിന്റെ ഭർത്താവും കൂടിയാ. എന്റെ പൊന്നോ, അരിയും തിന്ന് അരി നോക്കിയ പെണ്ണിനെയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പെന്ന പോലെയാ അമ്മായിയുടെ കാര്യം. ഞാൻ നിർത്തി സുല്ല്. എന്റെ മോളും വൈസ് പേഴ്സൺ ആവുന്ന സ്വപ്നം ഞാനാ കണ്ടത്.
എന്നിട്ട് പാൽപ്പായസം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഈ പായസം ഇവിടെ ആരും കുടിക്കണ്ട. നോക്കിക്കോ. ഞാൻ ആവശ്യത്തിന് കുടിച്ചിട്ട് ബാക്കി തറയിൽ കളയാം. പൂച്ച തട്ടിക്കളഞ്ഞു എന്ന് പറയാം. സൂപ്പർ. ഇത് വെറുതെ എന്തിനു കളയുന്നത്? മുഴുവൻ കുടിച്ചേക്കാം.